ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഒരു ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ആട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ബണ്ണാണ്. അപ്പോൾ ഇതിന് മൈക്രോവേവിൻ്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാവരുടെ വീട്ടിലുള്ള ഇഡ്ഡലി തട്ടിൻ്റെ ആവശ്യമുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബണ്ണുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കത് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് പാലാണ്. ഇത് ചെറിയ ചൂടുള്ള പാൽ വേണം എടുക്കാൻ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ്. അപ്പോൾ ഇതൊരു 2 ടീസ്പൂൺ ഇടാം. ഇനി ഇത് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കിത് ഫെർമെൻ്റായി കിട്ടും. ഇത് കണ്ടില്ലേ, ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ആട്ട എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് 2 ഗ്ലാസ് ആട്ടയാണ്. അപ്പോൾ ഓരോ ഗ്ലാസ്സായിട്ട് ഞാൻ ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴിച്ചെടുക്കാം. ഇനി ഈ പാൽ ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയൊന്ന് കണ്ടു നോക്കുക മിക്സ് ചെയ്യുന്നതെന്ന്.
ഇതിലേക്ക് ഒന്നുകിൽ ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തണുത്ത് ഇരിക്കുകയാണ്. ഒന്ന് കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇനിയൊരു അരമണിക്കൂർ 30 to 45 മിനിറ്റ്സ് നിങ്ങളിതൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഡബിൾ സൈസായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. ഇതിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറേ സമയം കുഴക്കണം കേട്ടോ. നമ്മൾ എത്ര സമയം കുഴക്കുന്നു അതിനനുസരിച്ച് അത് സോഫ്റ്റ്നെസ് കൂടിക്കൊണ്ടേയിരിക്കും. ശരിക്കും വീട്ടിലാരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ കൊണ്ട് കുഴപ്പിക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് ഒരു കുഴച്ചെടുക്കട്ടെ. ഇനി ഇത് നമ്മളൊന്ന് ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് മാറ്റുക. എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് മുറിച്ച് മാറ്റുക. എന്നിട്ട് ഓരോന്നും ചെറിയ ഉരുളകളാക്കിയിട്ട് ബണ്ണിന് എത്ര വലുപ്പം വേണോ, ഈ ഇഡ്ഡലി പാത്രത്തിലായതുകൊണ്ട് ചെറിയ വലുപ്പം മതി. അപ്പോൾ ഓരോ തട്ടിലേക്കും നന്നായിട്ട് വെച്ച ശേഷം അതിൻ്റെ മുകളിലൊന്ന് ബട്ടർ പുരട്ടി കൊടുക്കണം. താഴെ ഇഡ്ഡലി പാത്രത്തിലും പുരട്ടണം, അതിൻ്റെ മുകളിലും പുരട്ടണം. അത് ഡ്രൈ ആവാതിരിക്കാനാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഇഡ്ഡലി തട്ടിനകത്ത് വെച്ചാൽ മതി. നമുക്കും വീട്ടിൽ തന്നെ ബണ്ണുണ്ടാക്കിയെടുക്കാം. ഇനി ഇതിപ്പോൾ അടുത്തായിട്ട് കുക്കറിലാണ് വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതിന് മുന്നേ ഇതിങ്ങനെ ബട്ടർ പുരട്ടി വെച്ച ശേഷം 15 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കണം. ആദ്യം
ഒരു കുക്കർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാകാൻ വയ്ക്കാം. താഴെയായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കും. തുറന്ന് നോക്കാം. ഇതാ നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കും ഇനി വീട്ടിൽ തന്നെ ബണ്ണൊക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇത് ആട്ട കൊണ്ടുള്ള ബണ്ണാണ്. മൈദയേക്കാളും കുറച്ചും കൂടി നല്ലത് ആട്ടയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കുക.